ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ നമ്മള് സ്റ്റണ്ട് തുടരുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു വിജയകുമാറിന് ഇന്ന് കുറെ കാര്യങ്ങൾ അധികം പറയാനുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രി പ്രചാരണത്തിനായി ഇന്ന് വന്നു, അത് റിപ്പോർട്ട് ചെയ്യാൻ ഇന്ന് വിജയകുമാർ പോയിരുന്നു. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു ട്രെൻഡ്? എന്താണ് അവിടെ ഈ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന ഘട്ടത്തിൽ ഒരു വലിയ നേതാവ് വരുന്നു, അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിലെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന മട്ടിൽ ഒരു പ്രസംഗം നടത്തുന്നു. തൊട്ടു പിന്നാലെ അതിലെ കൂടുതൽ കാര്യങ്ങൾ വേറൊരു വേദിയിൽ ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ലാസ്റ്റ് ലാപ്പ് ഒരു പൊരിഞ്ഞ പോരാട്ടത്തിന്റെ എല്ലാ സൂചനകളും വരുന്നുണ്ട്. നേതാക്കളുടെ പ്രതികരണങ്ങളിൽ, ഈ താരപ്രചാരകരുടെ ഉന്നയിക്കുന്ന വിഷയങ്ങളിലൊക്കെ അത്തരം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ ഈ കരുവന്നൂരടക്കം മുഖ്യമന്ത്രിയുടെ ആരോപണ വിധേയരായി നിൽക്കുന്ന മാസപ്പടി കേസടക്കം അടുത്ത മണിക്കൂറുകളിലൊക്കെ ഉള്ള വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുന്നംകുളത്ത് പ്രധാനമന്ത്രി സംസാരിക്കുന്ന അതേ സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പുൽപ്പള്ളിയിലും ബത്തേരി ടൗണിലൊക്കെ വലിയ റോഡ് ഷോ സംഘടിപ്പിച്ചു. അവിടെ വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്, UDF-നുണ്ട്. അങ്ങനെ അതേ സമയത്ത് പ്രധാനമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അവിടെ രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പം രണ്ട് വലിയ നേതാക്കൾ ഇന്ന് കേരളത്തിലുണ്ടായിരുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ നിരത്തുന്നു. അങ്ങനെ പ്രചാരണമാകെ കൊഴുക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ലാപ്പിൽ നമ്മൾ പ്രചാരണം കൊഴുപ്പിക്കാൻ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും യഥാർത്ഥത്തിൽ മണ്ഡലങ്ങളെ ഇളക്കി മറിക്കുകയായിരുന്നു. മാസപ്പടി മുതൽ കരുവന്നൂർ വരെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയ പ്രധാനമന്ത്രി ഇന്ന് രണ്ട് വേദിയിലും കത്തിക്കയറുകയായിരുന്നു. അപ്പോൾ നേരെ മറിച്ച് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മണ്ഡല പര്യടനം. സംഭവബഹുലമായ പ്രചാരണത്തിന്റെ അവസാന ഘട്ടം സംസ്ഥാനത്ത് അങ്ങനെ പൊടിപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ സ്റ്റണ്ടിലേക്ക് സുസ്വാഗതം. ഇന്ന് പകൽ താപനില ഏതാണ്ട് 38 ശരാശരി, അങ്ങനെയാണ് കേൾക്കുന്നത്. കേരളത്തിൽ ദിവസവും ഓരോ ജില്ലയാണ് 40 കടന്നിട്ടുണ്ട്. ഞാൻ കുന്നംകുളത്തുണ്ടായിരുന്നു. അവിടെയൊക്കെ പുറത്തിറങ്ങാൻ വയ്യായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. രാവിലെ 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളുടെ ദേഹത്തേക്ക് വെയിലടിക്കും, പൊള്ളും. പക്ഷെ അതൊന്നും പ്രചാരണത്തെ അണികളെയോ ബാധിക്കുന്നില്ല. അങ്ങനെ നമ്മളിങ്ങനെ ആ തിളച്ചു തോന്നുന്ന ആ വാർത്തയാണ് ആദ്യം. ഇലക്ഷൻ ഹോട്ട്. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ ഇളക്കിമറിച്ചായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പര്യടനങ്ങൾ. പ്രധാനമന്ത്രിയുടെ ഈ വർഷത്തെ 7ാമത്തെ കേരള സന്ദർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടാകും എന്ന പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. രാഹുൽ ഗാന്ധിയുടെ ആവേശത്തിൽ 2019 ആവർത്തിക്കുമെന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നു. LDF-നെയും UDF-നെയും കണക്കറ്റ് വിമർശിച്ചാണ് നരേന്ദ്രമോദി കുന്നംകുളത്തും കാട്ടാക്കടയിലും കളം നിറഞ്ഞത്. മോദിയെ കടന്നാക്രമിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ. വലിയ നേതാക്കളുടെ പ്രചണ്ഡ പ്രചാരണങ്ങളില്ലെങ്കിലും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ആധിപത്യം ഉറപ്പിക്കാനാകുമോ എന്നാണ് LDF-ന്റെ നോട്ടവും കണക്കുകൂട്ടലും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജനവിധി രേഖപ്പെടുത്താൻ ഇനി 11 ദിനം മാത്രം ബാക്കി. എന്നാൽ ഇന്നത്തെ ദിനം ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തിലേക്ക് ചുരുങ്ങുന്നതാണ് കണ്ടത്. ഒരു ഭാഗത്ത് NDA ക്യാമ്പിൽ ആവേശം വിതറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറുഭാഗത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ആവേശം വിതറി രാഹുൽ ഗാന്ധി. രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ് എല്ലാം ഇന്ന് കേരളത്തിലായിരുന്നു വലിയ തരംഗങ്ങൾ തീർത്തത്. ദേശീയ മാധ്യമങ്ങൾക്ക് പോലും ഇന്ന് കേരളമായിരുന്നു രാഷ്ട്രീയ തട്ടകം, തെരഞ്ഞെടുപ്പ് തട്ടകം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനു ശേഷം 2ാം വട്ടവും പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ അറിയാം BJPയുടെ വാശി. കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്നത് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. ആദ്യം ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്ത്, തൃശൂർ, ആലത്തൂർ, മലപ്പുറം സ്ഥാനാർത്ഥികൾ വേദിയിൽ. അവിടെ നിന്ന് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം സ്ഥാനാർത്ഥികൾക്കൊപ്പം കാട്ടാക്കടയിൽ. രണ്ടിടത്തും LDF-നും UDF-നും രൂക്ഷ വിമർശനം. സ്വർണ്ണക്കടത്തുകാരെ സംരക്ഷിച്ച സർക്കാരെന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മാസപ്പടി കേസ് പുറംലോകം അറിയില്ലായിരുന്നുവെന്നും നരേന്ദ്രമോദി തുറന്നടിച്ചു. कोचिन मिनरल्स रूटाइल लिमिटेड से जुड़े एक और घोटाले में आरोपियों ने सीधे मुख्यमंत्री और उनकी बेटी तक को रिश्वत दिए जाने की बात स्वीकार की है. इस केस की जांच ना हो, इसके लिए केरला सरकार पूरी ताकत लगा रही है.
വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ ആദ്യ റോഡ് ഷോ സുൽത്താൻ ബത്തേരിയിലായിരുന്നു. ഒരു രാജ്യം ഒരു നേതാവ് എന്ന രീതി ജനതയെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ. കാർഷിക മേഖലയെ കേന്ദ്ര സർക്കാർ തകർത്തുവെന്നും രാഹുൽ ഗാന്ധി. Why can one of our brothers who is driving the auto rickshaw not be a leader? Why can one of our police people not be a leader? What does it mean? One leader. Why one leader? There should be millions of leaders in India. And that is the main difference between us and them. We want to listen to what is in the heart of our people. We want to love and respect their beliefs, their language, their religion, their culture, and they want to impose something from the top. We did not get freedom from the British to be colonized by the ideology of the RSS. We want India to be ruled by all her people. മനുഷ്യ വന്യജീവി സംഘർഷവും വയനാടിന്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും യാത്രാ ദുരിതവും പ്രസംഗത്തിൽ പരാമർശിച്ചു. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾക്ക് അദ്ദേഹം മുതിർന്നതുമില്ല. പുൽപ്പള്ളിയിലും മാനന്തവാടിയിലും വെള്ളമുണ്ടയിലും പടിഞ്ഞാറത്തറയിലും രാഹുൽ ഗാന്ധി റോഡ് ഷോകളിൽ പങ്കെടുത്തു. മാനന്തവാടി ബിഷപ്പ് ഹൌസിലും രാഹുൽ എത്തി. വടക്ക് രാഹുൽ ഗാന്ധിയും തെക്ക് നരേന്ദ്രമോദിയും കത്തിക്കയറുമ്പോൾ പ്രകാശ് കാരാട്ടും പിണറായി വിജയനുമായിരുന്നു LDFന്റെ താരപ്രചാരകർ. കേരളത്തിൽ പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇര. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ ഇവിടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് BJPയെ സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം. നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ നടപ്പിലാക്കുന്ന ആ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം ഇവിടെ നവോത്ഥാന മൂല്യങ്ങൾ അംഗീകരിച്ച നാടിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മേടച്ചൂടിനെ വെല്ലുന്ന പ്രചാരണ ചൂടിലേക്ക് കേരളം കടക്കുന്നതിന്റെ നാന്ദിയായി പ്രധാന നേതാക്കളുടെ കേരള പര്യടനം. കേരള സർക്കാരിനെയും കോൺഗ്രസ് CPM മുന്നണിയെയും അതിരൂക്ഷമായാണ് പ്രധാനമന്ത്രി ഇന്ന് വിമർശിച്ചത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മോഡി ലക്ഷ്യമിടുന്നത് വ്യക്തമാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയാണെങ്കിൽ മറിച്ച് വലിയ രീതിയിൽ കേരള സർക്കാരിനെ വിമർശിക്കുന്നുമില്ല. ഏതായാലും മേടച്ചൂടിനെ വെല്ലും വിധത്തിലാണിപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട്. വിധി എഴുതാനുള്ള ദിനം അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, അതെ പ്രേക്ഷകരാണ്. ദീപക് ധർമ്മടം, 24. വിജയകുമാർ, ഈ രണ്ട് റാലികൾ, അതായത് ഒന്ന് പൊതുസമ്മേളനമാണ്, അതിൽ നമ്മൾ കണ്ടു BJPയുടെ കൊടികൾ കണ്ടു. പക്ഷേ വയനാട്ടിൽ ഒരൊറ്റ കൊടിയില്ല കോൺഗ്രസിന്റെയും ലീഗിന്റെയും. അത് അവരുടെ ഒരു പുതിയ പൊളിറ്റിക്സ് ആണ്, പുതിയ ട്രിക്സ് ആണ് അല്ലേ? അതിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളാണ് അവിടുത്തെ പ്രചാരണത്തിനാകെ UDF ക്യാമ്പ് ഉപയോഗിക്കുന്നത്. ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ കൊടികളില്ല. അത് മറുഭാഗം ആയുധമാക്കി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ ആയുധമാക്കാമോ ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ? അപ്പോൾ ഇന്ന് ഈ സഹകരണ ബാങ്കിലെ അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ്, അത് പ്രധാനമന്ത്രി ഒരു പൊതുസമ്മേളന വേദിയിൽ വളരെ നിശ്ചിതമായുള്ള വിമർശനം ഉന്നയിക്കുന്ന നമ്മൾ ഇന്ന് കണ്ടു. അതെ, അതിന് മറുപടി വന്നിട്ടുണ്ട്. അടുത്ത സെഗ്മെന്റിൽ കാണാം. വെട്ടൊന്ന്. പ്രധാനമന്ത്രി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സഹകരണ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. സഹകരണ വകുപ്പ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഒരു സ്ഥലത്ത് നടന്ന ക്രമക്കേടിന്റെ പേരിൽ എല്ലായിടത്തും കുഴപ്പമാണ് എന്ന തരത്തിലുള്ള പ്രചാരണത്തോട് യോജിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മറുപടി പറഞ്ഞു. കാട്ടാക്കട എത്തിയപ്പോൾ കാട്ടാക്കടയിൽ പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടി രൂപയിലധികം സ്വത്തുണ്ട് എന്ന് അവിടെ പറയുകയില്ല. എന്തൊരു പരിഹാസ്യമായ നിലയാണെന്ന് പറഞ്ഞു. MM വർഗീസ് ശതകോടീശ്വരനായി എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നാട്ടിൽ വില പോകുന്നതാണോ കരുതുന്നത്? ആ സ്വത്ത് ഏതാ? നമ്മുടെ ബ്രാഞ്ച് ഓഫീസ് മുതൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ നാട്ടിലാകെ കടന്നു കിടക്കുന്ന ഒരുപാട് സ്ഥലവും ഓഫീസും ഉണ്ട് പാർട്ടിയുടെ പേരിൽ. അത് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ എടുത്തിട്ടുണ്ടാകും. അതാണ് ഈ ജില്ലാ സെക്രട്ടറിയുടെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാൻ തയ്യാറായി. അതൊരു കടന്ന കൈയായി പോയി എന്ന് മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള അപകീർത്തിപ്പെടുത്തലുകൾ കൊണ്ടൊന്നും ഞങ്ങളെ നാട്ടിൽ കൊച്ചാക്കാൻ കഴിയില്ല. ഇപ്പോ
വിജയകുമാർ എന്ത് തോന്നുന്നു ഈ Yes, പ്രതികരണത്തിൽ? അതാണ് മറുപടി. അതായത് ഇനിയിപ്പോൾ ഇത് പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മുൻപ് പറഞ്ഞത് ഒന്നടങ്കം സഹകരണ മേഖലയെ വിമർശിക്കരുത്, ഇത് ഒരു സ്ഥലത്ത് മാത്രം നടന്ന പ്രശ്നമാണ്, അത് നേരത്തെ കണ്ടെത്തിയതുമാണ്, പാർട്ടിയും അത് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം പ്രതിരോധത്തിലുമാണ് അവിടെ CPM ഇ ഡി ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ കേരളത്തിലെ ബാങ്കുകളിൽ നടന്ന ക്രമക്കേടുകൾ, അന്വേഷണം നടക്കുന്ന ബാങ്കുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഇന്ന് അദ്ദേഹം വായിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം അതായത് ബാങ്കുകളുടെ എണ്ണമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിലെ സംഖ്യ, തുക, അത് ആരുടേത്, എവിടെ എന്നതിലൊക്കെയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ അവിടെ കിടക്കട്ടെ. അതിൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളല്ലോ, വരട്ടെ. നോക്കാം ആ വിഷയം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്നത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ തോന്നുന്നു വിജയകുമാർ. കണ്ടതും കേട്ടതും. നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ലോകം ഒന്നാകെ ഉറ്റുനോക്കുന്നുണ്ട് ഡൽഹിയെ. തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യ തലസ്ഥാനത്തെ നീക്കങ്ങൾ ലോകമാകെ ശ്രദ്ധിക്കുന്നു എന്നതിനപ്പുറം ഡൽഹിയിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ഭരണം നയിക്കുന്നത് ജയിലിലിരുന്നാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇന്ന് റൌസ് അവന്യൂ കോടതിയിൽ ഹാജരായ അരവിന്ദ് കെജ്രിവാളിന് പക്ഷേ അവിടെയും ആശ്വാസമുണ്ടായില്ല. എന്താ സംഭവിച്ചത്? കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 23 വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ജയിലിലിരുന്ന് സംസ്ഥാനം ഭരിക്കാൻ ഭരണഘടനാപരമായോ നിയമപരമായോ തടസ്സങ്ങളില്ല. പക്ഷേ സമാനതകളില്ലാത്ത ഭരണ പ്രതിസന്ധിയാണ് ഇതിലൂടെ ഡൽഹിയിൽ ഉടലെടുത്തിരിക്കുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ നിന്നും താൽക്കാലിക ആശ്വാസമില്ല. കെജ്രിവാളിന്റെ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. റൌസ് അവന്യൂ കോടതി മുഖ്യമന്ത്രിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 23 വരെ നീട്ടി. ഇതോടെ ഡൽഹി മുഖ്യമന്ത്രി ഒരാഴ്ചയിലേറെ കൂടി ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. രാജ്യചരിത്രത്തിൽ തന്നെ മുൻ ഉദാഹരണങ്ങളില്ലാത്ത സാഹചര്യമാണ് ഡൽഹിയിലുണ്ടായിരിക്കുന്നത്. തടവിലാക്കപ്പെട്ട കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുന്നത് തടയുന്നതിന് ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥകളില്ല. ജയിലിലിരുന്ന് ഭരണം നടത്തുന്നതിൽ നിന്ന് കെജ്രിവാളിനെ തടയാൻ നിയമത്തിൽ വകുപ്പില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ഇതിനകം പലയാവർത്തി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ സെല്ലിൽ ഇരുന്ന് ഭരിക്കുന്നതിന്റെ പ്രായോഗികതയാണ് പ്രശ്നം. മുഖ്യമന്ത്രി എന്ന നിലയിൽ നിർവഹിക്കേണ്ട ഓരോ നടപടിക്കും അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ നിന്ന് അനുമതി തേടേണ്ടി വരും. മന്ത്രിസഭാ യോഗങ്ങൾ പോലും ചേരാനാകില്ല. മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചത് ലഫ്റ്റനന്റ് ഗവർണറെ ഔദ്യോഗികമായി അറിയിക്കാൻ പോലും ഈ പ്രതിസന്ധിയെ തുടർന്ന് ഡൽഹി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നിരവധി ഫയലുകൾ ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പ് കാത്ത് കിടക്കുകയാണ്. സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടെന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യാം. ഭരണഘടനാ അനുച്ഛേദം 339(a)(b)(b)യിലെ ശരിയായ ഭരണം എന്ന പദം കൃത്യമായി നിർവചിക്കപ്പെടാത്തതിനാൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. അതിന് നിയമസാധ്യത ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ഇതിനകം തേടിക്കഴിഞ്ഞു. ഭരണപ്രതിസന്ധി യാഥാർത്ഥ്യമാണെങ്കിലും ലഫ്റ്റനന്റ് ഗവർണറുടെ ഇടപെടലിലൂടെ കെജ്രിവാൾ പദവി ഒഴിയേണ്ടി വരികയോ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയോ ചെയ്താൽ അത് രാഷ്ട്രീയമായി മുതലെടുക്കാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ കണക്കുകൂട്ടൽ. കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി കഴിഞ്ഞു ആം ആദ്മി പാർട്ടി. ജയിലിനുള്ള മറുപടി വോട്ടിലൂടെ എന്ന പ്രചാരണ മുദ്രാവാക്യത്തിലൂടെ ഡൽഹിയിൽ ഏറെ മുന്നേറ്റമുണ്ടാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ BJPക്ക് ഇതുവരെയും മറികടക്കാൻ കഴിയാത്ത നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. നാക്കിന്റെ മൂർച്ചയിൽ പ്രധാനമന്ത്രി മോദിയുടെ പോലും വായടപ്പിക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് പാരമ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും കെജ്രിവാളിന്റെ അഭാവം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അതിലേറെ സമാനതകളില്ലാത്ത ഡൽഹിയിലെ ഭരണപ്രതിസന്ധി യാഥാർത്ഥ്യമായി മുന്നിലുണ്ട്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. അപ്പോൾ അത് ഡൽഹിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ? അപ്പോൾ വിജയകുമാർ, ഒരു റെഡ് കാർഡ് ഉണ്ട് നമുക്ക് രണ്ടുപേർക്കും. ആ, സജീവ് അങ്ങോട്ട് റെഡ് കാർഡ് വിളിച്ചിരിക്കുകയാണ്. അതായത് പ്രേക്ഷകരുടെ കമന്റ്സ് കൂടി ഇടയ്ക്ക് വായിച്ചാൽ കോട്ടിനുള്ളിലെ നമ്മുടെ ഗൗരവം അല്പം കുറയും എന്ന് തോന്നുന്നു. അങ്ങനെ ഗൗരവമുള്ള വാർത്തകളുള്ളതുകൊണ്ടാണ് അത്രേ ഉള്ളൂ. അപ്പൊ സജീവ് അങ്ങോട്ട് അങ്ങനെയില്ല. നമ്മൾ കമന്റ്സുകൾ വായിക്കും. നമ്മുടെ എല്ലാ സ്ഥിരം പ്രേക്ഷകരും എല്ലാവരും ലൈനപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. അവർ കമന്റുകൾ അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ തുടരുക, നിങ്ങളുടെ വിശേഷങ്ങൾ പറയുക, ഒപ്പം അഭിപ്രായങ്ങളും ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാം. സ്റ്റേറ്റ് സ്കാൻ.
തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കനത്ത മത്സരം നടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശും തെലങ്കാനയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ആന്ധ്രാപ്രദേശിന്. ആന്ധ്രയിൽ 2019 ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലുള്ള YS ജഗൻമോഹൻ റെഡ്ഡിക്കും അദ്ദേഹത്തിന്റെ YSR കോൺഗ്രസിനും TDPയും കോൺഗ്രസും ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. അപ്പുറത്ത് തെലങ്കാനയിൽ ഭരണം പിടിച്ച ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വിജയ തുടർച്ച ആവർത്തിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ആന്ധ്രയിലെ കോൺഗ്രസ് നേതാക്കൾ. 175 നിയമസഭാ സീറ്റുകളിലേക്കും 29 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്കുമാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി ആന്ധ്രയിലെ ജനങ്ങളോട് പറയുന്നത്. 2019 പോലെ അത്ര എളുപ്പമല്ല YSR കോൺഗ്രസിന് കാര്യങ്ങൾ. ജഗന്റെ സഹോദരി YS ശർമിളയെ PCC അധ്യക്ഷയാക്കിയാണ് കോൺഗ്രസ് പ്രചാരണം മുൻപോട്ടു പോകുന്നത്. TDP, ജനസേന, BJP സഖ്യവും ശക്തമായി രംഗത്തുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം തന്നെയാണ് ആന്ധ്രയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ പൊതുയോഗത്തിലുണ്ടായ കല്ലേറ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് YSR കോൺഗ്രസ്. TDP നടത്തിയ ആക്രമണമാണിതെന്നാണ് YSRCP ആരോപിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോയായി എത്തിയാണ് ജഗൻ വോട്ടഭ്യർത്ഥിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും അഴിമതിരഹിത ഭരണവുമാണ് ജഗൻ പ്രധാനമായും മുൻപോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസും TDP, ജനസേന, BJP സഖ്യവും സർക്കാരിനെതിരായ വികാരം ആളിക്കത്തിക്കുകയാണ്. കർഷക പ്രശ്നങ്ങളും സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകളും സർക്കാരിന്റെ അഴിമതിയുമൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന പ്രചാരണം. TDPക്ക് ഭരണം ലഭിച്ചാൽ മദ്യത്തിന് വില കുറയ്ക്കുമെന്നും ഗുണമേന്മ ഉറപ്പാക്കുമെന്നും TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു നൽകിയ വാഗ്ദാനം ഏറെ ചർച്ചയായിരുന്നു. തെലങ്കാനയിലും ത്രികോണ മത്സരമാണ്. ഭരണകക്ഷിയായ കോൺഗ്രസ് BRS, BSP സഖ്യത്തിനെതിരെയും BJPക്കെതിരെയുമാണ് മത്സരിക്കുന്നത്. ഹൈദരാബാദ് മേഖലയിൽ മജ്ലിസ് പാർട്ടിയും രംഗത്തുണ്ട്. ഇത്തവണ സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് എല്ലാ കക്ഷികളുടെയും ശ്രമം. കോൺഗ്രസിനെതിരായ ആരോപണങ്ങളാണ് തെലങ്കാനയിൽ BJP കാര്യമായി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് BRS നേടിയത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാലിടറി. അത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതി. ന്യൂസ് ഡെസ്ക് 24. അപ്പോൾ അതാണ് തെലങ്കാനയിലെയും ആന്ധ്രയിലെയും ഒക്കെ രാഷ്ട്രീയ കാലാവസ്ഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് ആന്ധ്രയിൽ. മാത്രമല്ല എനിക്ക് തോന്നുന്നു മറ്റ് 3 സംസ്ഥാനങ്ങളുണ്ട് അല്ലെ. ഒന്ന് അരുണാചൽ പ്രദേശ്, സിക്കിമുണ്ട്, നവീൻ പട്നായിക്കിന് ഒഡീഷ. ഈ 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയം രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കുന്നു. കാണാം വോട്ടിന്റെ വില. വിജയകുമാറിന്റെ മണ്ഡലം ഏതാ? ഞാൻ ചാലക്കുടിയാണ്. നാട്ടിലാണെങ്കിൽ കോട്ടയത്ത്, പത്തനംതിട്ട. അപ്പം അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ചാൻസ് ഉണ്ടോ? സാധ്യതയില്ല. ഇനി അഥവാ മത്സരിക്കുകയാണെങ്കിൽ ചാലക്കുടിയിൽ വിജയകുമാർ മത്സരിക്കാൻ പോവാണ്. അപ്പൊ എവിടെയൊക്കെ ആയിരിക്കും വോട്ട് തേടി പോവുക? ഞാൻ ചാലക്കുടി മത്സരിക്കാൻ പോകില്ല. ചാലക്കുടിയിലല്ലേ നമുക്ക് വോട്ട് ചോദിക്കാം. അങ്ങനെയല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. വളഞ്ഞു വരുവാ ഞാൻ. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് പോവാം. ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്ക് കൊച്ചി ബ്രോഡ്വേയിൽ വോട്ട് തേടിയിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദ്യം. മണ്ഡലത്തിൽ ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് വോട്ട് തേടുന്നതിന്റെ കാര്യം എന്താണ്? എന്നാൽ അല്പം കാര്യമുണ്ടോ എന്നാണ് ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ പറയുന്നത്. എന്താണെന്നല്ലേ, നമുക്കത് കണ്ടു നോക്കാം. സ്ഥലം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ ബ്രോഡ്വേ മാർക്കറ്റ്. KJ ഷൈനാണ് എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥിയെങ്കിലും വോട്ട് ചോദിച്ചെത്തിയത് ചേലക്കരയുടെ സ്വന്തം K രാധാകൃഷ്ണൻ. പോലീസുകാർക്കെന്താ ഈ വീട്ടിൽ കാര്യമെന്ന ചോദ്യത്തിന് ഒരു ഒറ്റ മറുപടിയേ ഉള്ളൂ. പോലീസുകാർക്ക് എന്താ ഇവിടെ കാര്യമില്ല, ആലത്തൂർക്കാർക്ക് എന്താ എറണാകുളത്തു നിന്നുള്ള ചോദ്യം അല്ലേ? ആലത്തൂർ മണ്ഡലത്തിൽപ്പെട്ട കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിലെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരെല്ലാം ഇപ്പോഴും കുന്നംകുളത്തെയും വടക്കാഞ്ചേരിയിലും ചേലക്കരയിലും വോട്ടർമാരാണ്. അവരെ നേരിൽ വന്ന് കാണുക എന്നുള്ള ഉദ്ദേശത്തു കൂടിയാണ് ഇന്ന് വന്നത്. ആലത്തൂർ ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്ന ആത്മവിശ്വാസവുമുണ്ട്. എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ വിവിധ കച്ചവടങ്ങൾക്കായെത്തിയ ആലത്തൂരിലെ 500-ലധികം വോട്ടർമാരുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇവിടെ കൊണ്ടുവരണം സ്ഥാനാർത്ഥിനെ. വോട്ട് നമ്മൾ അവിടെ ബൂത്തിൽ രേഖപ്പെടുത്തണം, വിജയിപ്പിക്കണം. ഇത് 1000 പേരാളുണ്ടാവും. ഏകദേശം ഒരു 1000 ആളുണ്ടാവും. എല്ലാ വർഷവും നിങ്ങൾ എല്ലാ വർഷവും കൊണ്ടുവരുന്നുണ്ട്. ഏത് സ്ഥാനാർത്ഥി കൊണ്ടുവന്നാലും കൊണ്ടുവരുന്നുണ്ട്. 26-ന് ആലത്തൂരിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ
എറണാകുളത്തുനിന്ന് പ്രത്യേക വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. 24 കൊച്ചി. അപ്പോൾ വിജയകുമാർ, നമുക്കൊരു ഇടവേളയ്ക്ക് പോകാൻ സമയമായിട്ടുണ്ടല്ലേ? ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. വിജയകുമാറിനോടൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ടോ? പിന്നെ പല എന്താണ് പറയാ, നാഷണൽ ചാനലുകൾ കുറച്ചും കൂടെ കാണൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നാഷണൽ ചാനൽ പരമാവധി കാണാറുണ്ട്. നമ്മളത് കൂട്ടാം. ഇനി തെരഞ്ഞെടുപ്പ് കാലമല്ലേ, നിർദ്ദേശം നമ്മൾ അതുപോലെ സ്വീകരിക്കുന്നു. അതെ അതെ അല്ലേ? അതെ. അപ്പോൾ ഇടവേളയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു ചോദ്യം കൂടി ചോദിച്ചാലോ? ഉറപ്പായും. അപ്പോൾ ഇന്നത്തെ ചോദ്യം എനിക്ക് തോന്നുന്നു മത്സര പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വമ്പൻ ചോദ്യമാണ്. അപ്പോൾ വിജയകുമാർ, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലേ? ഇത്തവണ 7 ഘട്ടങ്ങളായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലാകെ ഒരു ഘട്ടമാണ്, നേരെ കുറച്ച് രാജസ്ഥാനാണെങ്കിൽ 2 ഘട്ടമുണ്ട്, അങ്ങനെ പല ഘട്ടങ്ങളിലുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ 2 ഘട്ടമോ 3 ഘട്ടമോ ഒക്കെ നടക്കാറുണ്ട്. പക്ഷേ ഒരു മണ്ഡലത്തിൽ 2 ഘട്ടമായി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതായത് സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളായി നടക്കാം, പക്ഷേ ഒരു മണ്ഡലത്തിൽ തന്നെ, ഒരു ലോക്സഭാ മണ്ഡലത്തിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനം ഏതാണ്, മണ്ഡലം ഏതാണ്? ഇതാണ് ചോദ്യം. അതിൽ വേണമെങ്കിൽ ഒരു ക്ലൂ കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ സംസ്ഥാനത്തിന്റെ പേര് എല്ലാവരും പറയാറുണ്ട് അല്ലേ? അതെ 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 അതെ. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒരുപാടുണ്ട്. നമുക്ക് ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ പുതിയ സെഗ്മെന്റിലേക്ക് നമ്മൾ പോകും. രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരും. ചെറിയ ഇടവേള. മറക്കേണ്ട ചോദ്യമുണ്ട്, ഉത്തരം പെട്ടെന്ന് കമന്റ് ബോക്സിൽ. ഒരുപാട് പ്രേക്ഷകർ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ സംസ്ഥാനം കറക്റ്റായി ഒരുപാട് പേര് പറഞ്ഞു. ഒരു മണ്ഡലത്തിൽ 2 തവണയായി 2 ദിവസങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ഇത്തവണ മണിപ്പൂർ സംസ്ഥാനത്താണ്. അവിടെ 2 മണ്ഡലങ്ങളെ, ഒന്ന് ഇന്നർ മണിപ്പൂർ, മറ്റൊന്ന് ഔട്ടർ മണിപ്പൂർ. അതിൽ ഔട്ടർ മണിപ്പൂരിലാണ് ഇങ്ങനെ 2 ദിവസങ്ങളായി, ആദ്യം ഒന്ന് 19-ാം തീയതിയാണ്, മറ്റൊന്ന് അതെ അതെ മറ്റു 26-ാം തീയതി. 19-നും 26-നുമായി 2 ഘട്ടങ്ങളിലായാണ് ഔട്ടർ മണിപ്പൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. തന്നെയുമല്ല, കഴിഞ്ഞ ഈ മണിപ്പൂർ കലാപ സംഘർഷങ്ങളിൽ ഏറ്റവും അധികം സംഘർഷമുണ്ടായ ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ വിന്യാസത്തിനൊക്കെ കൂടുതൽ സാവകാശം വേണം എന്നതുകൊണ്ടാണ് 19-നും 26-നുമായി ഒരു മണ്ഡലത്തിൽ തന്നെ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന പ്രത്യേകത. അതെ, ആദ്യഘട്ടത്തിൽ 15 നിയമസഭാ മണ്ഡലങ്ങളിലും പിന്നീട് 13 നിയമസഭാ മണ്ഡലങ്ങളുമായിട്ടാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല അതൊരു സംവരണ മണ്ഡലം കൂടിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് മണിപ്പൂർ ഒരുപാട് പേര് പറഞ്ഞെങ്കിലും കൃത്യമായി ഔട്ടർ മണിപ്പൂർ മണ്ഡലം എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകനുണ്ട്. ആദ്യം പറഞ്ഞത് ദേവൻ എന്ന് പറയുന്ന പ്രേക്ഷകനാണ്. അപ്പോൾ ദേവൻ, കൺഗ്രാറ്റ്സ്. അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് കടന്നാലോ? തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും ജനപ്രിയ സെഗ്മെന്റ് വേരുകൾ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നിർദ്ദിഷ്ട അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തൂ എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുവിലുള്ള അഭ്യർത്ഥന. കൈപ്പത്തി, താമര, അരിവാൾ ചുറ്റിയ നക്ഷത്രം, അങ്ങനെ അടയാളങ്ങൾ നിരവധിയുണ്ട്. എങ്ങനെയാണ് പാർട്ടിയുടെ ചിഹ്നങ്ങൾ ഇവയായത്? നോക്കാം ഈ വേരുകൾ എന്ന നമ്മുടെ ഈ സെഗ്മെന്റിൽ. പാട്ടിലേതുപോലെ സ്ഥാനാർത്ഥികൾക്ക് അടയാളം പതിച്ച ബാലറ്റ് പെട്ടികൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആർക്കാണോ വോട്ട് അവരുടെ പെട്ടിയിൽ നിക്ഷേപിക്കണം. തെരഞ്ഞെടുപ്പിന്റെ തുടക്കകാലത്ത് അടയാളങ്ങൾ വരും മുൻപ് നിറമുള്ള പെട്ടികളായിരുന്നു. പഴയ മദ്രാസിലെ മൈലാപ്പൂരിൽ 14 സ്ഥാനാർത്ഥികൾ വന്നതോടെ നിറമുള്ള പെട്ടി അപ്രായോഗികമായി. അങ്ങനെയാണ് അടയാളപ്പെട്ടി വന്നത്. 1951 ജൂലൈ 31 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അടയാളങ്ങളിൽ തീരുമാനമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നുകം വെച്ച ഇരട്ടക്കാളയും ചർക്കയും സമർപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരിവാൾ ചുറ്റികയും അരിവാൾ ധാന്യക്കതിരും സമർപ്പിച്ചു. നുകം വെച്ച ഇരട്ടക്കാള കോൺഗ്രസിനും അരിവാൾ ധാന്യക്കതിർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അനുവദിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് മരവും RSPക്ക് മൺവെട്ടിയും മൺകോരിയും അടയാളങ്ങളായി. കൈപ്പത്തി അന്ന് കിട്ടിയത് ഫോർവേഡ് ബ്ലോക്ക് റൂയ്ക്കർ ഗ്രൂപ്പിനും. BJPയുടെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ ചിഹ്നം ദീപനാള വിളക്കായിരുന്നു. അന്ന് മദ്രാസ് സ്റ്റേറ്റ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് അനുവദിച്ച കോണിക്ക് ഇപ്പോഴും മാറ്റമില്ല. ഇതിനിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിളർന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയപ്പോൾ അവർക്ക് ചിഹ്നമായി കിട്ടിയത് തോണിയായിരുന്നു. കോണിയും തോണിയും പല മണ്ഡലങ്ങളിലും ഏറ്റുമുട്ടി. 1969 കോൺഗ്രസ് നിജലിംഗപ്പയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് Oയും ജഗജീവൻ റാമിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് Rയുമായി പിളർന്നപ്പോൾ ചിഹ്നവും മാറി. ഇന്ദിരാഗാന്ധിയുടെ പിന്തുണ ജഗജീവൻ റാമിനായിരുന്നു. ചർക്ക നിൽക്കുന്ന സ്ത്രീ നിജലിംഗപ്പ ഗ്രൂപ്പിന്റെയും പശുവും കിടാവും ഇന്ദിരാപക്ഷത്തിന്റെയും ചിഹ്നമായി. 70കളുടെ ഒടുവിൽ ഇന്ദിരാപക്ഷം വീണ്ടും പിളർന്നു. ദേവരാജ് അർസ് കോൺഗ്രസ് നിലവിൽ വന്നു. പശുവും കിടാവും ചിഹ്നം തുടർന്നും ലഭിക്കണമെന്ന ഇന്ദിരാഗാന്ധിയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളി. ഇന്ദിരാ കോൺഗ്രസിന് കൈപ്പത്തി അനുവദിച്ചു. പിളർപ്പിന് ശേഷം പാലക്കാട് കല്ലേക്കുളങ്ങര
അകത്തേത്തറ ഹേമാംബിക ക്ഷേത്ര ദർശനത്തിന് ഇന്ദിരാഗാന്ധി എത്തിയിരുന്നു. ഇവിടെ പ്രതിഷ്ഠ കൈപ്പത്തിയാണ്. കെ കരുണാകരനാണ് അന്ന് ഇന്ദിരാഗാന്ധിയെ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചത്. കോൺഗ്രസിന്റെ അടയാളമായ കൈപ്പത്തി നിർദ്ദേശിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ ഈ ക്ഷേത്ര ദർശനമെന്ന് പറയപ്പെടുന്നു. ജനതാ പാർട്ടി പിളർന്ന് 1980-ൽ BJP രൂപീകരിച്ചപ്പോൾ മുതൽ ചിഹ്നം താമരയായി. 1964-ൽ CPI പിളർന്ന് CPIM രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ചിഹ്നം ലഭിക്കാതിരുന്ന CPIM കുടമടയാളത്തിൽ പൗരമുന്നണി എന്ന പേരിൽ മത്സരിച്ചു. 1965-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ CPIM മത്സരിച്ചു. 40 സീറ്റ് നേടി വലിയ കക്ഷിയായെങ്കിലും ആർക്കും കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല. 2 വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം 67-ൽ CPIM നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി അധികാരത്തിലെത്തി. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചവർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആദ്യം അധികാരത്തിൽ വന്ന മന്ത്രിസഭയും അതായി. ഇലക്ഷൻ ഡെസ്ക് 24. വിജയകുമാർ, നമ്മുടെ ജിയോ ചീരാൻ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, കുന്നംകുളം എന്നതിന് പകരമായി ചെറുവത്തൂരിൽ നിന്നും എന്ന് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറയുകയുണ്ടായി ചെറുവത്തൂർ ഗ്രൗണ്ട് കുന്നംകുളമായിരുന്നു എന്നൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ. അതെ അതെ, അത് ശരിയാണ്. ചെറുവത്തൂർ ഗ്രൗണ്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. കുന്നംകുളമാണ് ആ മേഖല. ചെറുവത്തൂർ ഗ്രൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സ് നടന്നതും ചെറുവത്തൂർ ഗ്രൗണ്ടിൽ തന്നെയാണ്. ആ ഗ്രൗണ്ട് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ചെറുവത്തൂരിൽ നിന്ന് എന്ന മട്ടിലായിപ്പോ. പക്ഷേ ഈ വടക്കേ മലബാർ നമ്മൾക്കൊക്കെ ചെറുവത്തൂർ വേറെ ചെറുവത്തൂരുണ്ട്. അതാണ് എനിക്ക് തെറ്റിപ്പോയത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെറുവത്തൂർ ഇവിടെ ഉള്ള വിവരം എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറുവത്തൂർ ഈ സ്ഥലം തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇന്ന് ചെറുവത്തൂർ എന്ന് പറഞ്ഞ പേര് ഒന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. അതെ അതെ, ചെറുവത്തൂർ ഗ്രൗണ്ട് ആണത്. അപ്പോൾ അത് ശരിയാണ്, അദ്ദേഹം സൂചിപ്പിച്ച ശരിയാണ്. ജിയോ പറഞ്ഞത് 100% ശരിയാണ്. അപ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് അല്ലേ, മാന്യമഹാജനങ്ങളെ. കുടുംബയോഗങ്ങളിലും മറ്റും സ്ഥാനാർത്ഥികൾക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. സ്ഥാനാർത്ഥി എത്താൻ വൈകിയാലും ആളുകൾ പോകാൻ പാടില്ല, അത് നിർബന്ധമാണ്. അപ്പൊ എന്ത് ചെയ്യും? ആളുകളെ പിടിച്ചിരുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പൊ എന്തെങ്കിലും വഴിയുണ്ടോ അതിന്? ഉണ്ട്. ആ ഒരു വഴിയാണിത്. കാത്തിരിക്കുന്നവർ മുഷിയാതിരിക്കാൻ പൈലറ്റ് പ്രസംഗം മുതൽ പല അടവുകളുമുണ്ട്. പൊന്നാനിലെ UDF സ്ഥാനാർത്ഥി സ്വീകരിക്കുന്ന ഒരു കിടിലൻ ഐഡിയ ഉണ്ട്, കണ്ടു നോക്കാം നമുക്ക്. അത് കൊള്ളാലോ, അത് കാണണല്ലോ. തകർപ്പന. രാവിലെ 8:30 എത്താമെന്ന് അറിയിച്ച സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനി എത്തിയത് 1 മണിക്കൂർ വൈകി. പക്ഷേ കാത്തിരുന്നവർക്ക് മടുപ്പില്ല. ഓട്ടൻതുള്ളൽ ആസ്വദിക്കുകയാണ്. സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരോട് പറയാനുള്ള കാര്യങ്ങൾ നർമ്മവും ഹാസ്യവും നിറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുന്നു. ആദ്യ ഭാഗം കേന്ദ്ര സർക്കാരിനും BJPക്കുമെതിരെ. ബീഫിന്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഉൾപ്പെടെ ദേശീയ വിഷയങ്ങൾ. സംസ്ഥാന സർക്കാരിനും ഇടതുപക്ഷത്തിനുമെതിരായ വിഷയങ്ങളും ഏറെയുണ്ട്. ഒടുവിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥനയും. ആളുകൾ മുഷിപ്പില്ലാതെ ആസ്വദിച്ചിരിക്കുന്നതായി കലാകാരൻ പ്രഭു. നല്ലതുപോലെ കണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഓട്ടംതുള്ളലിലൂടെ നമ്മൾ പറഞ്ഞ് അഭിനയിച്ച് ഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വരുന്നത് ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഹാസ്യ കലയാണല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് പെട്ടെന്ന് എല്ലാ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാവരും ഈ ഒരു വാഹനം വരുന്നതായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. സ്ഥാനാർത്ഥി എത്തുന്നതുവരെയാണ് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുക. സ്ഥാനാർത്ഥി എത്തിയാൽ അടുത്ത സ്ഥലത്തേക്ക് കുതിക്കും. എല്ലായിടത്തും ആളുകളെ പിടിച്ചിരുത്തണമല്ലോ. 24 തിരൂർ. അതൊരു കിടിലൻ ഐഡിയ ആണ് അല്ലേ? ഞാനിപ്പോഴ് പീതാംബരക്കുറുപ്പ് കോൺഗ്രസ് നേതാവ്, അതെ, അദ്ദേഹത്തിന്റെ കുറുപ്പിയേട്ടൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കൊല്ലത്തൊക്കെ മുതിർന്നത്. അത് കുറുപ്പിയേട്ടൻ്റെയാണ് പ്രസംഗം. വളരെ ദീർഘമായ പൈലറ്റ് പ്രസംഗം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോ ഒരു പ്രധാനപ്പെട്ട നേതാവ് വരുന്നത് വരെ ഒരാളെ പോലും എഴുന്നേറ്റ് പോകാൻ അനുവദിക്കാത്ത തരത്തിൽ വലിയ പ്രസംഗം നടത്തി. മണിക്കൂറുകൾ നീളും. അത് അങ്ങനെ തുടർച്ചയായി പ്രസംഗിക്കാനുള്ള വിഭവങ്ങൾ പുള്ളിയുടെ കയ്യിലുണ്ട്. സ്റ്റോക്കാണ്. അത് ചിലൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ
അതിൽ നിന്നൊരു വ്യത്യസ്തമായ ആശയമാണ് ഇപ്പൊ നമ്മൾ കണ്ട ഓട്ടം തുള്ളൽ. അങ്ങനെ പല അടവുകളും പയറ്റുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ എന്തായാലും വോട്ടുറപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അപ്പൊ നമുക്ക് ആ ആവേശത്തിൽ ഒരു കാര്യം ചെയ്താലോ, കൊളുത്തിയാലോ? തീ കൊടുക്കാം. പിന്നല്ലാതെ കമ്പക്കെട്ട്. പതിവ് പോലെ നമ്മൾ തമിഴകത്തേക്ക് പോന്നു. ഉദയനിധിയും കമലഹാസനും ഒക്കെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഒരുക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അത്രയും പറ്റാത്തവർ എന്തു ചെയ്യും? മൻസൂർ അലിഖാൻ ചൂടകറ്റാൻ മിനി ലോറിയിൽ ഓല കെട്ടി പ്രചാരണം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. കൊയ്ത്ത്, ദോശ ചുടൽ മുതൽ എന്ന് പറയുന്ന മീൻപിടുത്തം വരെ നടത്തിയാണ് സ്ഥാനാർത്ഥികൾ അവിടെ വോട്ട് ഉറപ്പിക്കുന്നത്. അപ്പോ നമുക്കൊന്ന് കളം മാറ്റി പിടിച്ചാലോ എന്നാണ് ചോദ്യം. അപ്പോ അത് കാണാം. ഈ വഴി തനി വഴി. കാശില്ലാത്തവർക്ക് കാളവണ്ടി താൻ പുകിലിടം. ഒരു ഗതിയുമില്ലാത്ത പണമില്ലാത്തവർക്ക് കാളവണ്ടി തന്നെ ശരണം എന്നർത്ഥം. പണമില്ലാത്തത് കൊണ്ടാണോ അതോ ലൈനൊന്ന് മാറ്റിപ്പിടിച്ചതാണോ എന്നറിയില്ല. ഒരു വെറൈറ്റി വാഹനമിറക്കിയാണ് ഈ വെട്പാളറുടെ വരവ്. ആരക്കോണം AIADMK സ്ഥാനാർത്ഥിയാണ് ദാ ഈ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി AL വിജയൻ, ചിഹ്നം 2 ലൈൻ. തഞ്ചാവൂർ DMK സാരഥി മുരശുലി കുതിരവണ്ടിയിലാണ് വോട്ട് തേടുന്നത്. പക്ഷേ ചേട്ടന് ഇതിനെക്കുറിച്ച് അത്ര വലിയ ധാരണയൊന്നുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ? കുതിരവണ്ടിയിൽ കയറി ഇരുന്നു എന്നേ ഉള്ളൂ. പേടിച്ചിട്ട് വോട്ട് ചോദിക്കലൊന്നും നടന്നിട്ടില്ല. കൂടെയുള്ളവരൊക്കെ കൂടി എങ്ങനെയൊക്കെയോ പരിപാടി നടത്തി അവസാനിപ്പിച്ചു. ജല്ലിക്കെട്ടിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന T രാജേഷ് തിരുച്ചിറപ്പള്ളിയിൽ നാം തമിഴർ കക്ഷിയുടെ സ്ഥാനാർത്ഥിയായി മത്സരക്കളത്തിലിറങ്ങിയപ്പോൾ ഒരു പൊളിറ്റിക്കൽ ജല്ലിക്കെട്ട് എല്ലാവരും പ്രതീക്ഷിച്ചു. കാളയെ ഓടിച്ചു മെരുക്കി ജല്ലിക്കെട്ട് നടത്തി റിസ്ക് എടുക്കാൻ പക്ഷെ രാജേഷ് തയ്യാറായില്ല. ഒറ്റ കുതിരയെ പൂട്ടിയ കട്ടവണ്ടിയിൽ നടത്തിയ ഷോയ്ക്ക് പക്ഷെ മിഴിവ് ഒട്ടും കുറഞ്ഞതുമില്ല. ജല്ലിക്കെട്ട് വീരവിളയാട്ട് മീட்புக்குழு പ്രസിഡന്റാണ് T രാജേഷ്. സെന്തമിഴൻ സീമാനിൻ അൻപ് തമ്പി മത്സരിക്കുന്നത് ഒളിവാങ്കി എന്ന മൈക്ക് ചിഹ്നത്തിലാണ്. കാളവണ്ടിക്കും കുതിരവണ്ടിക്കുമൊന്നും അത്ര ത്രില്ലില്ല എന്ന മട്ടിലാണ് ആറണി DMK സ്ഥാനാർത്ഥി ധരണിവേന്ദൻ. അതുകൊണ്ടാണ് വണ്ടി ഓട്ടിയുള്ള പിള്ളേര് കളിക്ക് നിൽക്കാതെ വയലിൽ കാളയെ പൂട്ടി ധരണിവേന്ദൻ കസറിയത്. സിനിമയെ വെല്ലുന്ന നമ്പറുകളുമായി സ്ഥാനാർത്ഥികൾ ഓട്ടമിട്ടോടുന്ന തമിഴ്നാട്ടിൽ പോളിംഗ് ഏപ്രിൽ 19-നാണ്. ഇലക്ഷൻ ഡെസ്ക് 24. നാളെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ് അല്ലേ തമിഴ്നാട്ടിൽ? നാളെ 19-ാം തീയതി പറയുമ്പോൾ 17-ാം തീയതി ആയിരിക്കില്ലേ? 17 അല്ലേ? 2 ദിവസം മുൻപായിരിക്കില്ലേ? അതെ, 17-ാം തീയതിയാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കൊള്ളാം, അരസിയൽ ഗലാട്ട തമിഴകത്തെ അല്ലേ? അപ്പൊ അവിടുത്തെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയമുണ്ട്. അപ്പോ ഇനിയൊരു ഇടവേളയുണ്ട്. പക്ഷേ ഇടവേളയ്ക്ക് മുമ്പ് ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കാം. ഘട്ടം ഘട്ടത്തിനെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് നേരത്തെ ഓർമ്മ വന്നാണ്, അത് ചോദിക്കാം ഇപ്പോൾ. അപ്പോൾ 7 ഘട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ 1-ാം ഘട്ടത്തിൽ നമ്മൾ 21 സംസ്ഥാനങ്ങളാണ് വിധി എഴുതാൻ പോകുന്നത്. പക്ഷേ അതിൽ പല സംസ്ഥാനങ്ങളും 1ഉം 2ഉം ഘട്ടങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, 7 ഘട്ടം ആകെയുണ്ട്. ഈ 7 ഘട്ടങ്ങളിലുമായി ഇലക്ഷൻ നടക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഇത്തവണ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം. അതിനെ ചൊല്ലി ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചില പരാതികൾ ലഭിച്ചിരുന്നു. ആരെയൊക്കെയോ സഹായിക്കാനാണോ ഈ നീക്കം എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉത്തരം അങ്ങോട്ട് വേഗത്തിൽ പറഞ്ഞാട്ടെ അല്ലേ? പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ പറയുക. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മറ്റ് സെഗ്മെന്റുകളുണ്ട്. പ്രത്യേകിച്ചും ചില കൗതുക കാഴ്ചകളിലേക്ക് നമ്മൾ പോകും. അതിനു മുമ്പ് ഈ ഉത്തരം മറക്കണ്ട, പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ കുറിക്കുക. ഇലക്ഷൻ അവസാന ലാപ്പിലേക്ക്, അവസാന ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട്
തുടങ്ങാം അല്ലേ? അതെ, 3 സംസ്ഥാനങ്ങളാണ് 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതിൽ. ഒന്ന് ഉത്തർപ്രദേശാണ്, ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം, 80 മണ്ഡലങ്ങളുണ്ട്. മറ്റൊന്ന് ബീഹാറാണ്, 42 മണ്ഡലങ്ങളുണ്ട്. മറ്റൊന്ന് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളാണ്. ഈ 3 സംസ്ഥാനങ്ങളിലാണ് 7 ഘട്ടങ്ങൾ, അതായത് 19 തുടങ്ങുന്നു. ഈ മാസം 19 തുടങ്ങി ജൂൺ 1-ാം തീയതി വരെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങൾ. അതായത് അങ്ങനെ 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ 3 സംസ്ഥാനങ്ങളിലും ഉള്ളത്. ശരിയായ ഉത്തരം ഒരുപാട് പേർ പറഞ്ഞു. പക്ഷെ ആദ്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് വീണ്ടും നമ്മുടെ ദേവനാണ്. ദേവനാള് പുലിയാ. അവർ രണ്ട് ഉത്തരവും പറഞ്ഞു കൃത്യമായിട്ട് ആദ്യം പറഞ്ഞു. ദേവൻ പൊളി. പ്രജിനോട് സമ്മാനം ചോദിച്ചോട്ടോ, പ്രജിനാണ് അതിൻ്റെ ആള്. ഇതിനൊരു കഥ കൂടിയുണ്ട്. ഈ 7 ഘട്ടങ്ങളിലായി ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂൽ കോൺഗ്രസ് അടക്കം പരാതി കൊടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരുക്കി എന്ന ഒരു ആരോപണമാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ പലതും ഈ 7 ഘട്ടത്തിലും വോട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ തീരുമാനമെടുത്തു, അങ്ങനെ അവരെ സഹായിക്കാനാണ് എന്നതായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. എന്തായാലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ആ മട്ടിൽ തള്ളുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവാദം കൂടി ആ ചോദ്യത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ആ വിവാദങ്ങൾ എന്താണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിക്കട്ടെ അല്ലേ? അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് വിജയകുമാറാണ്. ഇലക്ഷൻ സ്റ്റണ്ട് പ്രോഗ്രാം വളരെ നന്നാവുന്നുണ്ട്. അത് ദിനേഷ് പിള്ളയാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒത്തിരി കമന്റുകൾ ആ രീതിയിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് അതൊക്കെ വായിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള കൂടിയുണ്ട്. ആ ഇടവേള കഴിഞ്ഞ് അടുത്ത സെഗ്മെന്റ് എത്തും. തീർച്ചയായിട്ടും. അപ്പോൾ ഇടവേള കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് കവല പ്രസംഗങ്ങളിലാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ മറ്റൊരു കൗതുകം. ചെറിയ ഇടവേള. കവല പ്രസംഗം. അപ്പോൾ ഇന്നത്തെ കവലപ്രസംഗത്തിൽ പത്മജ വേണുഗോപാലാണ്. ഇന്ന് നരേന്ദ്രമോദി പങ്കെടുത്ത വേദിയിൽ ഏറ്റവും ഒടുവിൽ എന്ന് വെച്ചാൽ അവരുടെ ഒരു പരമ്പരയായി കോൺഗ്രസ് നേതാക്കളെ ഇങ്ങനെ പത്മജ വേണുഗോപാൽ ആക്രമിക്കുന്നുണ്ട്. ആ പരമ്പരയിൽ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ആ വേദിയിലെ പ്രസംഗമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെയും രമ്യ ഹരിദാസിനെതിരെയും ഒക്കെയുള്ള രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. നമുക്കത് കാണാം. നമുക്ക് ഓരോരുത്തർക്കും മോഡി ആവണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഈ ലോകത്ത് ഒരാളെ മോഡിയുള്ളൂ, അത് ശ്രീ നരേന്ദ്രമോദിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ അനുയായി ആവാനേ പറ്റുള്ളൂ. ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷീണമാണ്. അദ്ദേഹം ഈ പ്രായത്തിലും അത്രയധികം ഊർജ്ജസ്വലതയോടെയാണ് അദ്ദേഹം ഓടുന്നത്. അത് ആർക്ക് വേണ്ടി? ഈ നാടിന് വേണ്ടി. അപ്പം ഞാൻ മുമ്പുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഉണ്ടായിരുന്നു, പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ശ്രീ രാഹുൽ ഗാന്ധി. അദ്ദേഹം എത്ര തവണ ഏറ്റവും അധികം കോൺഗ്രസിന് സീറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്ര പ്രാവശ്യം അദ്ദേഹം വന്നു സ്വന്തം നിയോജകമണ്ഡലത്തിൽ? വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത്, അതിനേക്കാൾ കൂടുതൽ കാട്ടാൻ അവിടെ ഇറങ്ങിയാണ് വയനാട്ടില്. കാരണം നമ്മൾ കാണുന്നല്ലേ ടി വിയിൽ. ഈ ഭരണത്തിൽ എത്ര നേരം കോൺഗ്രസ്സുകാർ സമരം ചെയ്തിട്ടുണ്ട്, ഏത് സമരം വിജയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഉച്ചയ്ക്ക് വെയിലൊരിക്കുമ്പോഴേക്കും എഴുന്നേറ്റ് പൊക്കോളണം എന്നാണ് ശ്രീ പിണറായി വിജയന്റെ ആജ്ഞ. അതനുസരിച്ചില്ലെങ്കിൽ വൈകുന്നേരം ഒരു ഫയല് കൊണ്ടു. ഈ പത്മജ വേണുഗോപാലിന്റെ പ്രസംഗം ആളുകൾ വളരെ കൈയടിച്ച് സ്വീകരിച്ചു. BJP പ്രവർത്തകർ. പത്മജ വേണുഗോപാൽ ചിരിക്കില്ല, പക്ഷെ ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. കുറെ കൂടി ഉണ്ട്. രമ്യ ഹരിദാസിനെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രമ്യ ഹരിദാസിന്റെ പാട്ടിനെ പറ്റിയൊക്കെ പരാമർശം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വലിയ ചിരി ഉണ്ടായിരുന്നു, കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേദിയിലുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു പാർട്ടി മാറിയ ശേഷം മൂർച്ച കൂടിയിട്ടുണ്ട്, ഹ്യൂമർ സെൻസും കൂടെ കൂടിയിട്ടുണ്ട്, പുതിയൊരു ശൈലിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും അത് പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ഇലക്ഷൻ സ്റ്റണ്ട് പൂർത്തിയാക്കാൻ സമയമാവുന്നു. നാളെ ഇതേ സമയം വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്ക് ഏറ്റുമുട്ടാം. ഇനിയും എൻകൗണ്ടർ ആണ്. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരും. അപ്പോൾ നാളെ വീണ്ടും കാണാം അല്ലേ? ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ബൈ.